നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ് നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ ഫിഫ റാങ്കിങ് പഴയ പോലെയല്ല, ലൈവ് അപ്ഡേഷനാണ്. ഇൻ്റർനാഷണൽ വിൻഡോ കഴിഞ്ഞാലാണ് അത് ഒഫീഷ്യലാവുകയുള്ളൂ. പക്ഷേ അതുവരെ ലൈവ് അപ്ഡേഷൻ എന്ന രൂപത്തിൽ ഫിഫ ഒഫീഷ്യലായിട്ട് അത് കാണിക്കുന്നുണ്ട്. ഫൈനൽ ആയിട്ട് ഫിക്സ് ചെയ്ത് ഇതാണ് റാങ്കിങ് എന്ന് പറയുക ഈ ഫിഫ വിൻഡോ കഴിഞ്ഞാലാണ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ തുടക്കത്തിൽ, ഏപ്രിൽ 1 വരെയാണല്ലോ ഈ ഒരു ഫിഫ ഇൻ്റർനാഷണൽ ബ്രേക്ക് ഉള്ളത്. അപ്പോൾ നോക്കുക, ഇപ്പോൾ ഫിഫ കൃത്യമായിട്ട് പറയുന്നത് റാങ്കിങ് വിൽ ബി അപ്ഡേറ്റഡ് ആസ് ഗോൾസ് ഗോ ഇൻ അക്രോസ് ദി ഗ്ലോബ്. അപ്പോൾ എവിടെ കളി നടന്നാലും അപ്പോൾ അപ്ഡേറ്റ് ചെയ്യപ്പെടും, ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടും. ദേ വിൽ ബി മെയ്ഡ് ഒഫീഷ്യൽ വൺസ് ദി ഇൻ്റർനാഷണൽ വിൻഡോ ഈസ് കംപ്ലീറ്റഡ്. അത് നമ്മൾ പറയുന്നത് ഇൻ്റർനാഷണൽ വിൻഡോ കംപ്ലീറ്റ് ചെയ്താലാണ് അത് ഫൈനലായിട്ട് ഫിക്സ് ചെയ്ത് ഒഫീഷ്യൽ എന്ന് പറയുക. Men's internationals in March 2026 will see live rankings in action for the first time. ആദ്യമായിട്ടാണ് ഇപ്പോൾ ലൈവ് റാങ്കിങ് ഈ 2026 മാർച്ചിലെ ഇൻ്റർനാഷണൽ വിൻഡോ മുതലാണ് ലൈവ് റാങ്കിങ് വരുന്നത്. അപ്പോൾ ഈ ലൈവ് റാങ്കിങ് അനുസരിച്ച് ഇപ്പോൾ ബ്രസീൽ തോറ്റല്ലോ, ബ്രസീൽ 2 സ്ഥാനം താഴേക്ക് പോയി, 7ാം സ്ഥാനത്തായിട്ടുണ്ട്. ഫിഫ റാങ്കിങ്ങിൽ ബ്രസീൽ 7ാമതാണ്. അർജൻറ്റീന മൗറിത്താനിയക്കെതിരെയാണ് ഏറ്റവും ഒടുവിൽ കളിച്ച് 2-1 ജയിച്ചു, സംഗതി ശരി. പക്ഷേ അവരുടെ റാങ്കിങ് ഇപ്പോൾ 3ാമതാണ്. അപ്പോൾ 1-2 സ്ഥാനങ്ങളൊക്കെ മാറി. ഫ്രാൻസ് ഒരു സ്ഥാനം മുകളിലേക്ക് കയറി, അർജൻറ്റീന ഒരു സ്ഥാനം താഴേക്ക് ഇറങ്ങി എന്നർത്ഥം. പോർച്ചുഗലിൽ ഇന്ന് കളിയുണ്ട്, മാറ്റം വരും. ജയിച്ചാൽ അവർ മുന്നോട്ട് കയറുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടിരണം. മുന്നോട്ട് കയറാൻ സാധ്യത കുറവാണ്, കാരണം ഇംഗ്ലണ്ടുമായിട്ട് വലിയ വ്യത്യാസമുണ്ട് അവരുടെ റാങ്കിങ് പോയിന്റിൽ. പക്ഷേ 5ാം സ്ഥാനത്തിൽ നിലനിർത്തുകയാണെങ്കിൽ ജയിച്ചാൽ അവർക്ക് നിലനിർത്താൻ പറ്റും. അപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചത് വെച്ച് നമ്മൾ ആദ്യത്തെ 10 സ്ഥാനത്ത് ആരൊക്കെയാണെന്ന് നോക്കാം. 1ാമത് സ്പെയിന് ഇപ്പം 1879.12 പോയിൻസുമായിട്ട് 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ കളി അവർ സെർബിയക്കെതിരെ 3-0 വിജയിച്ചു. 2ാമത് ഫ്രാൻസ്, അവർ ബ്രസീലിനെ തോൽപ്പിച്ചു 2-1. അവരുടെ പോയിന്റിൽ +3.96 മാറ്റമുണ്ടായി. അപ്പോൾ അവരുടെ ടോട്ടൽ റേറ്റിംഗ് പോയിന്റ് വരുന്നത് 1873.96 2ാം സ്ഥാനത്ത്. അവർ 2ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു. അർജൻറ്റീന 3ാം സ്ഥാനത്തേക്കാണ്. മൗറിത്താനിയക്കെതിരെ 2-1 ജയിച്ചപ്പോൾ അവരുടെ പോയിന്റിൽ വർധനമുണ്ടായത് +0.63 മാത്രമാണ്. 1873.96. അതായത് ഫ്രാൻസുമായിട്ട് കട്ടക്കട്ടൊക്കെയാണ്, പക്ഷേ ഫ്രാൻസ് ഇപ്പോൾ മുന്നോട്ട് കയറിയിരിക്കുന്നു. അർജൻറ്റീന 3ാം സ്ഥാനത്ത്. 4ാമത് ഇംഗ്ലണ്ട്, അവരവരുടെ സ്ഥാനം മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. 1-1 സമനിലയായിരുന്നു. അവർക്ക് പോയിന്റിൽ -1.5 കുറവാണ് സംഭവിച്ചത് കളി സമനിലയായപ്പോൾ. 5ാമത് പോർച്ചുഗൽ കയറാൻ കാരണം സ്വാഭാവികമായിട്ടും ബ്രസീലൊക്കെ താഴേക്ക് പോയതുകൊണ്ടാണ്. പോർച്ചുഗലിൻ്റെ കളി കഴിഞ്ഞിട്ടില്ലല്ലോ, പോർച്ചുഗലിൻ്റെ കളി ഇന്ന് നടക്കും. അതിൽ അവർ 5ാം സ്ഥാനത്തുണ്ട്. 6ാം സ്ഥാനത്ത് നെതർലൻഡ്സ്, ഏറ്റവും ഒടുവിലത്തെ കളി നോർവേക്കെതിരെ 2-1 വിജയിച്ചു. +3.14 റേറ്റിങ്ങിൽ അവർക്ക്, റാങ്കിങ്ങിൽ പോയിന്റിൽ അവർക്ക് വർധനവുണ്ടായി. 1789.42 പോയിൻസുമായിട്ട് നെതർലൻഡ്സ് 6ാം സ്ഥാനത്ത്, ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി. ബ്രസീൽ 5ാം സ്ഥാനത്ത് നിന്ന് 7ാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു. ബ്രസീലിൻ്റെ റേറ്റിംഗ് പോയിന്റിൽ -3.96 ഈ തോൽവി അവരെ താഴേക്ക് കൊണ്ടുപോയത്. 2-1 തോറ്റിരുന്നു. 1756.49 പോയിന്റുമായിട്ട് അവർ 7ാം സ്ഥാനത്ത്. മൊറോക്കോ, അവരുടെ ഒടുവിലത്തെ കളി 1-1 ഇക്വഡോറുമായിട്ട് സമനിലയായിരുന്നു. അവരാണ് 8ാം സ്ഥാനത്ത്. 9ാം സ്ഥാനത്ത് ബെൽജിയത്തിൻ്റെ കളി ഇന്ന് നടക്കും, USA വേഴ്സസ് ബെൽജിയം മത്സരം. അപ്പോൾ അപ്ഡേഷൻ വരും. 10ാം സ്ഥാനത്താണ് ജർമ്മനിയുള്ളത്. ജർമ്മനി 3-4 സ്വിറ്റ്സർലൻഡിനെ പരാജയപ്പെടുത്തിയിരുന്നു. ആ ജയത്തോടു കൂടി +4.34 അവരുടെ റേറ്റിംഗ് പോയിന്റിൽ വ്യത്യാസമുണ്ടായി. 1728.49 റേറ്റിംഗ് പോയിന്റുമായിട്ട് അവർ 10ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഏതായാലും ഇന്ന് 2 മത്സരങ്ങളാണ് ഈ ടോപ്പ് 10 നിൽക്കുന്ന 2 ടീമുകൾക്കാണ് ഇന്ന് കളിയുള്ളത്. ഒന്ന് ബെൽജിയത്തിൻ്റെ കളി, ബെൽജിയം വേഴ്സസ് USA. അതുപോലെ പോർച്ചുഗലിൻ്റെ കളി, മെക്സിക്കോ വേഴ്സസ് പോർച്ചുഗൽ മത്സരം. കാത്തിരിക്കുക ഇന്നത്തെ മത്സരങ്ങൾക്ക് വേണ്ടി. ഏതായാലും ഇപ്പോൾ ലൈവ് അപ്ഡേറ്റ് ആണ്. ഈ ലൈവ് അപ്ഡേറ്റിൽ ബ്രസീൽ താഴേക്ക് പോയിരിക്കുന്നു, അർജൻറ്റീന ഒരു സ്ഥാനം താഴേക്ക് പോയിരിക്കുന്നു. അതേസമയം 1ാം സ്ഥാനം സ്പെയിൻ നിലനിർത്തുന്നു, 2ാമത് ഫ്രാൻസ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.